ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ ഇടുന്നൊരു വീഡിയോ ഈ ഒരു ജീവിൻ്റെ ഒരു സംഭവമാണ്. കണ്ടില്ലേ? ഈ വീഡിയോ കിട്ടാൻ വേണ്ടി ഞാനൊരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇവനൊന്ന് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഉള്ളിലൊരാളുണ്ട്. ആള് പുറത്തേക്ക് വന്ന് സഞ്ചരിക്കാനുള്ളൊരു ഒരുക്കത്തിലാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നല്ലേ. കാരണം ആ ഒരു കൂടും കൊണ്ട് നടക്കണം. ഇത് സഞ്ചരിക്കുന്ന സ്ഥലം ഉള്ളു. നമ്മളെ വീട് കൊണ്ടിങ്ങനെ നടക്കണമെന്ന് ഭാവനയിൽ കണ്ടു നോക്കിയാണ്. അതേമാതിരി അപ്പം ഈ ജീവിൻ്റെ പ്രത്യേകത. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ ഒച്ചു പറയുന്ന അതിൽപ്പെട്ടൊരു വർഗ്ഗമാണല്ലോ ഇത്. പക്ഷേ ഇതിൻ്റെ ഈ കൂടില്ലാതെ തന്നെ സഞ്ചരിക്കണ കാണുന്നുണ്ട് ഒച്ച്. അപ്പോൾ അതും ഇത് വേറെ ഐറ്റമാണോ? കണ്ടോ, ആൾ പുറത്തേക്ക് വന്നു കൊടുക്കുകയാണ് കേട്ടോ. ആളെ തലയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇയാൾ വല്ലതും ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ അടുത്ത് കൂടെ വേറെ ചോണനുറുമ്പൊക്കെ വന്ന് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നല്ലേ. ആഹാ ആഹാ, ചോണനുറുമ്പ് ആക്രമിച്ചല്ലോ. ആക്രമിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു. നമ്മളെ വീഡിയോ പൂർത്തിയാക്കാൻ അയക്കൂല ചോണനുറുമ്പ്. അവിടെ വരുന്നുണ്ട്, അവിടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഉറുമ്പുക്കളെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉറുമ്പുക്കളെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഒരു ഒരുമ തന്നെയാണ്. ഭയങ്കര ഒരുമയുള്ളൊരു ജീവി വർഗ്ഗമാണ് ഉറുമ്പുക്കൾ. ആള് വന്നല്ലോ, പുറത്തേക്ക് വന്നു. സഞ്ചരിക്കാനുള്ള പരിപാടിയാണ് അല്ലേ. ഇത് കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ ഈ വീഡിയോ. കാരണം ഇതാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ജീവികൾ ഇങ്ങനെയൊന്നും വീക്ഷിച്ചിട്ടില്ല. ഇതും നമുക്കൊരു പാഠമാണ്. നമുക്കൊരു ഇടങ്ങേറില്ലേ കണ്ടിട്ട്. അതിൻ്റെ കൂടും കൊണ്ട് പോണൊരു തന്നെ. നമ്മൾ നമ്മുടെ വീട് കൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ.
ഒരു പ്രത്യേക എന്തൊരു അറ്റാക്ക് വന്നാലും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വലിയും. അതവർ സുരക്ഷിതമാണ്. ഓക്കെ, ഇനി അവൻ്റെ വഴിക്ക് പോട്ടെ അല്ലേ. തൽക്കാലം ഞാൻ ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ആ കൂടിൻ്റെ ഭംഗി തന്നെ നോക്കിയാണ്. ഓരോ ദൈവത്തിൻ്റെ ഓരോ നിർമ്മിതികളാണ് ഇപ്പോൾ.